പൗർണമിചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു. അഴകേ നിൻചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു. ഇന്നാശാലതികകൾ പുഞ്ചിരിച്ചു. പൗർണമിചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു. അഴകേ നിൻചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു. ഇന്നാശാലതികകൾ പുഞ്ചിരിച്ചു. അതിമനോഹരമായൊരു ചന്ദ്രനെ കണ്ടിട്ടാണ് ഈ പാട്ട് എനിക്ക് പാടാൻ തോന്നിയത്. അപ്പോൾ ഇന്ന് വളരെ നല്ലൊരു ദിനമാവട്ടെ. എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളോടും പറയുകയാണ്, ഇത് ഇനിയുള്ള 1 മണിക്കൂർ നേരം വാർത്തകളുടെ നേരമാണ്. ഒപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ള സമയമാണ്, കാഴ്ചകളുടെ നേരമാണ്, പ്രേക്ഷകരുമായി സംവദിക്കാനുള്ള നേരമാണ്, ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ബോധവാന്മാരും ബോധവതികളുമാകാനുള്ള നേരമാണ്. അങ്ങനെ എന്തായാലും ഇപ്പോഴത്തെ നേരം പറഞ്ഞു കഴിഞ്ഞാൽ സോമൻ പോയി ദിവാകരൻ വരാനുള്ള സമയമാണ് അല്ലെ. സോമൻ എന്ന് പറയുന്നത് ചന്ദ്രന്റെ പര്യായമാണ്. അതെ അതെ, 4ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിച്ചതാണ്. പിന്നെ ദിവാകരൻ, ഭാസ്കരൻ, അർക്കൻ ഇതൊക്കെ സൂര്യന്റെ പര്യായമാണ്. അപ്പൊ സോമൻ പോയി ദിവാകരൻ വരുന്ന സമയമാണിത്. മാത്രമല്ല ഇന്ന് മാർച്ച് 15. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഒരു ഉപഭോക്താവെന്ന നിലയിൽ നമ്മളെല്ലാവരും ഏറെ അവബോധം ഉണ്ടായിരിക്കേണ്ട ഒരു ദിവസമാണ്. ഇന്ന് വേൾഡ് കൺസ്യൂമർ ഡേ ആണ്, ഉപഭോക്തൃ ദിനമാണ്. 1962 ഇതേ ദിവസം ജോൺ എഫ് കെന്നഡി US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് ഉപഭോക്താക്കളുടെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞ ദിവസം കൂടിയാണ്. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ ഒരു സാധനം കിട്ടിയാൽ വാങ്ങിച്ച് അതിന് ഗുണനിലവാരമുണ്ടോ ഇല്ലയോ, അളവോ തൂക്കമോ കുറഞ്ഞു കഴിഞ്ഞാൽ സാരമില്ല, നമുക്ക് പരിചയമുള്ള ആളല്ലേ എന്ന് പറഞ്ഞ് പോകരുത്. ജാഗോ ഗ്രാഹക് ജാഗോ, ഉണരൂ ഉപഭോക്താവെ ഉണരൂ. അതിനിടയിൽ കെന്നഡി എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്നൊരു വേറൊരു കാര്യം അല്പസമയം മുൻപാണ് ശാസ്ത്രലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത സമ്മാനിച്ചുകൊണ്ട് ഒരു സംഭവം നടന്നത്. അവിടെ ഫ്ലോറിഡയിൽ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും നമ്മുടെ ഫാൽക്കൺ 9 സ്പേസ് എക്സിന്റെ ഒരു റോക്കറ്റാണ്. അത് കുതിച്ചുയർന്നു വിത്ത് ക്രൂ 10 അല്ലെങ്കിൽ 10 ഡ്രാഗൺ എന്ന് പറയുന്ന ക്രൂ മിഷനാണ്. അത് എങ്ങോട്ടാണ് പോകുന്നത്? ISS-ലേക്കാണ്, ഇന്റർനാഷണൽ സ്പേസ് സെന്ററിലേക്കാണ്. അവിടെ നമ്മുടെ വിഷ്ണുനിത വില്യംസും ഒപ്പം ബുച്ച് വിൽമോറും ഒക്കെ അവിടെ തുടരുന്നുണ്ട് കുറേ മാസങ്ങളായി. അപ്പൊ അവിടെ തിരികെ എത്തിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഈ ടീം ഒരു 4-അംഗ സംഘത്തെ അങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. ഈ 4-അംഗ സംഘം അവിടെ പോകുന്നു, തിരികെ അവിടെയുള്ള 4-അംഗ സംഘം തിരികെ ഭൂമിയിലേക്ക് വരാൻ പോകുന്നു. അങ്ങനെ ചരിത്രപരമായ ഒരു നാഴികക്കല്ലിലേക്ക് നാസയും നമ്മുടെ സ്പേസ് എക്സ് ഒക്കെ അടക്കുകയാണ്. മസ്കും നമ്മുടെ നാസയും തമ്മിൽ ഇങ്ങനെ ഒരു കമ്പൈൻഡ് എഫേർട്ട്. അപ്പൊ ആ വാർത്തകളെല്ലാം പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. അപ്പോൾ നമുക്ക് നടന്നു തുടങ്ങാം അല്ലേ. ഇന്ന് നമ്മളുള്ളത് ഈ സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ സെക്കൻഡ് റീച്ചായ, അതായത് പുതിയ 2ാം ഘട്ടം എന്ന് പറയാം അല്ലേ. അതിന്റെ എന്താണ് പറയാ, ഒരു സിംഗിൾ സ്ട്രെച്ചിൽ തന്നെയാണുള്ളത്. നമ്മൾ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ വന്നത് ഇതിന്റെ മറ്റൊരു ഭാഗത്താണ്. ഇന്നുള്ളത് ഇതുവരെ വരാത്ത വേറൊരു ഭാഗത്താണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ കാഴ്ചകൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ടാകും. അവിടെ നമ്മൾ കണ്ട മനുഷ്യരും ഇവിടെ നമ്മൾ കണ്ട മനുഷ്യരും തമ്മിൽ വ്യത്യാസമുണ്ടാകും. അതൊരു പക്ഷെ പറയാൻ പറ്റില്ല. ആൾക്കാർ നടന്ന് ഇവിടെ എത്താം, കുറച്ചധികം ദൂരം. പക്ഷെ അന്ന് നമ്മൾ അവിടെ കണ്ട ആൾക്കാർ ഇന്ന് കാണില്ലല്ലോ. ചിലപ്പോ കാണാം, കുറച്ചുപേരെ കാണാം. ചേച്ചിയെ എല്ലാ ദിവസവും നടക്കുന്നവരാണ്. അതെ, ഞാനും എല്ലാ ദിവസവും നടക്കുന്നവരാണ്. ഉറക്കത്തിൽ പോലും ഞാൻ നടക്കാറുണ്ട്. സോംനാംബുലിസം എന്ന രോഗം എനിക്കുണ്ട്. എല്ലാം സമ്മതിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം കടക്കാൻ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വാർത്ത തന്നെയാണ്. അല്പസമയം മുൻപാണ്, ഏതാണ്ട് 1-1.5 മണിക്കൂർ മുൻപാണ് ഈ സ്പേസ് എക്സ് ക്രൂ 10 വിക്ഷേപിച്ചത്. അത് അങ്ങ് നാസയുടെയും ഒപ്പം തന്നെ സ്പേസ് എക്സിന്റെയും ഒരു സംയുക്ത ദൗത്യമാണ്. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു യൂഷ്വൽ റൊട്ടീനാണ്. അതായത് നമുക്കറിയാം, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അവിടെ പല പരീക്ഷണങ്ങൾക്കുമായി അവിടെ ബഹിരാകാശ സഞ്ചാരികൾ പോകാറുണ്ട്. അങ്ങനെ 4 പേർ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. അതിൽ ഒരാൾ നമുക്ക് അടുത്തറിയാം, അതൊന്ന് സുനിത വില്യംസ് ആണ്, ഇന്ത്യൻ വംശജയാണ്. മറ്റൊന്ന് ബുച്ച് വിൽമോർ ആണ്. ഇവർ 2 പേരുടെയും പേരുകൾ എന്തുകൊണ്ടാണ് അതിൽ പ്രത്യേകമാവുന്നത്? അവർ കുറെ നാളുകളായി അവിടെ തുടരുന്നുണ്ട്. തിരിച്ച് ഭൂമിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് ചില സാങ്കേതിക
സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് അവിടെ തുടരേണ്ടി വന്നു എന്നാണ് നാസ ഇതിനെക്കുറിച്ച് നൽകുന്ന വിശദീകരണം. പക്ഷേ എനിക്കിതിൽ വെറൈറ്റി കൂടെ പറയണം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വാർത്ത വായിക്കുന്നു, അതിനുശേഷം നമ്മൾ ലൈവ് ആരാണെന്ന് പറയുന്നു. അപ്പോൾ ആ വിക്ഷേപണത്തെക്കുറിച്ചുള്ള എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും എൻ്റെ ഈ തൊട്ടടുത്ത് നിന്ന് നമ്മുടെ ശാസ്ത്രജ്ഞനായ പ്രജിൻ സി കണ്ണനാണ് കൂടുതൽ വിശദാംശങ്ങളും അയച്ചിരുന്നത്. അപ്പോൾ പ്രജിൻ, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അതാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത. അതായത് നമുക്ക് ഈ വിക്ഷേപണം മുതൽ പിന്നീട് ഈ കൃത്യമായി റോക്കറ്റിൽ നിന്നും ഈ പേടകം വേർവിട്ടു പോകുന്ന ആ സമയം വരെ അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം തത്സമയം നാസ ഇത് ലോകമെമ്പാടുമുള്ള ആൾക്കാരെ കാണിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് എന്താണ്? കാരണം റോക്കറ്റ് വിക്ഷേപണം പോലും നമുക്കറിയാം ഈ സ്പേസ് എക്സിന്റെ മറ്റൊരു ടെക്നോളജിയാണ്. നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ISROയുടെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെയൊക്കെ ടെക്നോളജിയല്ല സ്പേസ് എക്സ് ഉപയോഗിക്കുന്നത്. അതിന് പ്രത്യേകമായിട്ടുള്ള സജ്ജീകരിച്ചിരിക്കുന്ന സംവിധാനങ്ങളോട് കൂടിയ റോക്കറ്റാണ് ഈ ഫാൽക്കൺ എന്ന് പറയുന്നത്. ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റാണ്. അത് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ തിരികെ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കാനും സാധിക്കും. അതും ഒരു പ്രത്യേകതയാണ്. അത്തരം പരീക്ഷണങ്ങൾ ISRO ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാൽക്കൺ 9 തിരികെ ഭൂമിയിലേക്ക് വരികയും ഈ അതിന്റെ 3 കാലുകൾ വിടർത്തി കൃത്യമായി എവിടെയാണോ ലാൻഡ് ചെയ്യേണ്ടത് അവിടെ തന്നെ ലാൻഡ് ചെയ്യിക്കാൻ കഴിയുകയും ചെയ്യും. അങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന റോക്കറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു റോക്കറ്റാണ് ഈ ഫാൽക്കൺ 9. അതുപയോഗിച്ചാണ് ഈ ഡ്രാഗൺ ക്രൂ 10 വിക്ഷേപിച്ചിരിക്കുന്നത്. അതിൽ 4 പേരാണ് ഈ ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു യൂഷ്വൽ റൊട്ടീൻ ഉണ്ട്. ഒരു കൃത്യമായ സമയങ്ങളിൽ ഈ ബഹിരാകാശ നിലയത്തിലെ സഞ്ചാരികളെ മാറിക്കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അത് നാസ സെലക്ട് ചെയ്യുന്ന സഞ്ചാരികളാണ് മാറി മാറി പോകുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രത്യേക സമയമുണ്ട്. ആ സമയം ഇത്തവണ അതിക്രമിച്ചു. ബുച്ച് വിൽമോറിനും സുനിത വില്യംസും തിരികെ ഭൂമിയിലേക്ക് എത്താൻ സമയം അങ്ങനെ നീണ്ടു പോയി. ഒരു വേള ഇവരുടെ ആരോഗ്യനില വഷളാവുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നിഷേധിച്ചുകൊണ്ട് സുനിത വില്യംസ് അവിടെ ഇരുന്നുകൊണ്ട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട് ലൈവ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 പേർ അങ്ങോട്ട് പോവുകയാണ്, ഇന്റർനാഷണൽ സ്പേസ് സെന്ററിലേക്ക് പോവുകയാണ്. അവരവിടെ എത്തിയ ശേഷം അവിടെ ഇപ്പോൾ കഴിയുന്ന 4 പേർ തിരികെ ഭൂമിയിലേക്ക് മടങ്ങി വരികയും ചെയ്യും. അതിനായുള്ള പേടകമാണോ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് ഉത്തരം. അതിന് മറ്റൊരു പേടകം, അത് ഏതാണ്ട് സെപ്റ്റംബറിൽ മുതൽ തന്നെ അവിടെ ഡോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിരികെയുള്ള മടക്കയാത്രയ്ക്ക് സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ആ മടക്കയാത്ര ഇത്രയും വൈകിയത്. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ പേടകം പോയി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ മറ്റൊരു ഭാഗത്ത് ഡോക്ക് ചെയ്യും. പല സ്ഥലങ്ങളായി ഡോക്കിംഗ് എന്താണ് അൺഡോക്കിംഗ് എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം. കാരണം കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ അല്ല, അത് മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് ISROയുടെ ഈ ദൗത്യം, അതായത് സ്പെഡെക്സ് ദൗത്യം പൂർണ്ണമായും വിജയിച്ച വാർത്ത നമ്മൾ കണ്ടത്. അതായത് ഡോക്ക് ചെയ്യുകയും അൺഡോക്ക് ചെയ്യുക, അതായത് 2 പേടകങ്ങളെ കൂട്ടി യോജിപ്പിക്കുക ബഹിരാകാശത്ത്, അതിനാണ് ഡോക്കിംഗ് എന്ന് പറയാം. പിന്നെ അതിനെ വേർപെടുത്തുക, അതിനെ അൺഡോക്കിംഗ് എന്ന് പറയും. അപ്പൊ ഈ അൺഡോക്കിങ്ങും ഡോക്കിങ്ങും ചെയ്യാൻ പറ്റുന്ന 4 രാജ്യങ്ങളേ ഉള്ളൂ ഇപ്പോ ലോകത്ത്. അതിലൊന്ന് ഇന്ത്യയായി മാറിയിട്ടുണ്ട്. ആ വാർത്ത കഴിഞ്ഞ ദിവസം വന്നതാണ്. നാസ അല്ലെങ്കിൽ അമേരിക്ക, റഷ്യ, ചൈന ഈ രാജ്യങ്ങൾ ഇത് വളരെ നാളുകളായി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയും റഷ്യയൊക്കെ ഇത് ഒരുപാട് വർഷങ്ങളായി ചെയ്യുന്ന കാര്യമാണ്, പുതിയ കാര്യമല്ല. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് ISRO പിന്നിട്ടത്. ഇനി വീണ്ടും നാസയുടെ മിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വിട്ടിരിക്കുന്ന നമ്മുടെ ഈ ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റിൽ കയറി മുകളിലോട്ട് പോയിരിക്കുന്ന ഈ ഡ്രാഗൺ ക്രൂ 10 എന്ന് പറയുന്ന ഈ പേടകത്തിൽ 4 സഞ്ചാരികളുണ്ട്. അതിൽ 2 പേർ നാസയുടെ ബഹിരാകാശ യാത്രികരാണ്, മറ്റൊന്ന് ജപ്പാന്റെയാണ്, മറ്റൊന്ന് റഷ്യയുടെയാണ്. അങ്ങനെ 4 പേരാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. ഈ 4 പേർ അവിടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോയി അവിടെ ഇനി താമസിക്കാൻ പോവുകയാണ്. അവിടെ അവരുടെ പരീക്ഷണങ്ങളൊക്കെ അടുത്ത മാസങ്ങൾ തൊട്ട് തുടങ്ങുകയും ചെയ്യും. അവിടെ ഇപ്പോൾ തുടരുന്ന 4 പേർ, അതിൽ നേരത്തെ പറഞ്ഞു സുനിത വില്യംസും ബിച്ച് വിൽമോറും ഉണ്ട്. അവരടക്കം 4 പേർ തിരികെ ഭൂമിയിലേക്ക് മടങ്ങാൻ പോവുകയാണ്. അത് ഇന്നല്ല, അത് 19-ാം തീയതിയാണ്. ഈ വരുന്ന 19-ാം തീയതി തിരികെ ഭൂമിയിൽ വരാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ വണ്ടി അവിടെ പോയി പാർക്ക് ചെയ്യുന്നു. തിരികെ അവിടെ നിന്നുള്ള വണ്ടിയിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും എത്തുന്നു. അപ്പോൾ താങ്ക് യു പ്രജിൻ സി കണ്ണൻ ഫോർ ദാറ്റ് ബ്യൂട്ടിഫുൾ വിവരണം. മനോഹരമായ പ്രകൃതിയിൽ ഇത്രയും മനോഹരമായ വിവരണം കേട്ടുകൊണ്ട് നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത വാർത്ത ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയണം നമ്മുടെ പ്രേക്ഷകരോട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ അത് കൃത്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു ചായ ഇതൊക്കെ പോയി ഒരു ചായയിലൊന്നും തീരില്ല മിസ്റ്റർ. ഓക്കെ, അടുത്ത വാർത്തയിലേക്ക് പോവാം. പൊക്കോ. കൊച്ചി കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് പിടികൂടിയ സംഭവം, അത് നമ്മൾ ഇന്നലെ ഞെട്ടിച്ച സംഭവമാണ്. അതിലിപ്പോൾ കൂടുതൽ പേരുടെ അറസ്റ്റിന് സാധ്യതയുണ്ട് എന്നൊരു വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തുവരുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. അതെ, സാങ്കേതിക സർവകലാശാലയുടെ അന്വേഷണവും ഇന്ന് ആരംഭിക്കുകയാണ്. അശ്വിൻ പാലാഴയാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. അശ്വിൻ, വെരി 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 ഗുഡ് മോർണിംഗ്. അശ്വിൻ, എന്താ അശ്വിൻ ഈ കേൾക്കുന്നത്? കൊച്ചി പഴയ കൊച്ചി അല്ല എന്നാണോ? അതുപോലെ തന്നെ ഈ സാങ്കേതിക സർവകലാശാല എന്നീ കാര്യത്തിൽ അന്വേഷണം നടത്തുകയുമാണല്ലോ. പൂർവ്വ വിദ്യാർത്ഥികളിലേക്കൊക്കെ അന്വേഷണം നീളുന്നുമുണ്ടല്ലോ.
കൃഷ്ണ പ്രജിൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായൊരു ദിവസം കൂടിയാണ്. കൂടുതൽ അറസ്റ്റുകളിലേക്ക് പോലീസ് കടക്കാൻ ആലോചിക്കുന്നത് ഇന്ന് ആരംഭിക്കുകയാണ്. കാരണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ക്യാമ്പസിനകത്തേക്ക്, ഈ ഹോസ്റ്റലിനുള്ളിലേക്ക് എങ്ങനെ കഞ്ചാവ് എത്തി എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നത് തന്നെയാണ്. ഈ കളമശ്ശേരി പോളിടെക്നിക് കോളേജ് എന്ന് പറയുന്നത് ആർക്കും ഏതു വഴിയും യഥേഷ്ടം അകത്തേക്ക് കയറാൻ കഴിയുന്നൊരു ക്യാമ്പസാണ്. അതിന് മുമ്പിലൊരു ഗേറ്റ് ഒഴിച്ചാൽ മറ്റ് 4 വഴികളും തുറന്നു കിടക്കുകയാണ്. മതിലെല്ലാം പൊളിഞ്ഞു കിടക്കുന്ന ഒരു സർക്കാർ കോളേജാണ്. അവിടേക്ക് ഏതു വഴിയും ആളുകൾക്ക് എങ്ങനെയും കയറാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ളവർ ഇങ്ങനെ കഞ്ചാവ് എത്തിച്ചു എന്നുള്ള ആരോപണത്തെ പോലീസിന് തള്ളിക്കളയാനും ആവില്ല. അവിടെ മറ്റ് പരിശോധനകളൊന്നും കൂടാതെ അകത്ത് കയറാൻ കഴിയുന്നൊരു സാഹചര്യത്തിൽ എന്തായാലും പൂർവ്വ വിദ്യാർത്ഥികളിലേക്കാണ് പോലീസ് പ്രധാനമായും അന്വേഷണം നീട്ടുന്നത്. ഒപ്പം ഈ കളമശ്ശേരി, കൊച്ചി, എടപ്പള്ളി പ്രദേശങ്ങളിലേക്ക് സ്ഥിരമായി കഞ്ചാവ് വിതരണം ചെയ്യുന്ന ആളുകളുണ്ട്. അത് പോലീസിൻ്റെ ലിസ്റ്റിലുള്ളവരാണ്. അവരിലേക്ക് കൂടി അന്വേഷണം നീട്ടുന്നുണ്ട്. ഇവർ ഏതെങ്കിലും വിധേന ഇവർ വഴിയാണോ കഞ്ചാവ് എത്തിയതെന്ന് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം വിദ്യാർത്ഥികളുടെ മറ്റ് പുറത്തേക്കുള്ള ബന്ധങ്ങളിലേക്കും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. സമീപകാലങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്ത വിദ്യാർത്ഥികളെ പോലീസ് സോർട്ട് ഔട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അവരെയൊക്കെ വിശദമായി തന്നെ അവരുടെയൊക്കെ മൊഴിയെടുക്കും. ഒപ്പം ഇന്ന് മറ്റൊരു നിർണായക സംഭവം കൂടിയുണ്ട്. പോലീസിനെ സംബന്ധിച്ച് പോലീസിനെതിരെ SFI ഇന്നലെ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. പോലീസിന്റെ ഇടപെടൽ ഈ കേസിൽ കാര്യങ്ങൾ വിശദമായി പഠിക്കാതെയുള്ള ഒരു ഇടപെടലാണ് നടത്തിയത്. ആരോപണം ഈ വെറുതെ സാധാരണക്കാരായ വിദ്യാർത്ഥികളെ കേസിൽ പ്രതിയാക്കി എന്നുള്ള ആരോപണമൊക്കെ ഉണ്ട്. ആ ആരോപണങ്ങളെല്ലാം ചേർത്ത് ഇന്ന് ആഭ്യന്തരമന്ത്രിക്കും DGPക്കും SFI പരാതി നൽകുകയാണ്. അത് SFIയുടെ പരാതി ആയതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ വെറുതെ തള്ളിക്കളയാനാവില്ല. അതിൽ സർക്കാർ നിലപാട് എന്താണ് എന്നുള്ളത് ഇന്ന് അറിയാൻ കഴിയും. ഒപ്പം ഇന്നലെ MSFന്റെ നേതൃത്വത്തിൽ ഒരു അസാധാരണമായ പ്രകടനം കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നിരുന്നു. അത് പോലീസിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ്. ഈ കഞ്ചാവ് കേസിലൊക്കെ സർക്കാരിൻ്റെ ഇടപെടലിനും അപ്പുറത്തേക്ക് പോലീസിന് ഇടപെടാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പോലീസിന് അഭിവാദ്യം ഞങ്ങൾ അർപ്പിക്കുന്നു, ഐക്യദാർഢ്യം നേരുന്നു എന്നുള്ള ഒരു ആശയം ഉയർത്തിയായിരുന്നു ഇന്നലെ MSFന്റെ പ്രകടനം. ഇന്ന് പോലീസിനും കോളേജ് അധികൃതർക്കുമെതിരെ വിവിധ സംഘടനകൾ ക്യാമ്പസിലേക്ക് പ്രകടനവും നടത്തുന്നുണ്ട്. ക്രിസ്റ്റീന. അശ്വിൻ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇത് വലിയ രാഷ്ട്രീയ വിഷയമായി കൂടി മാറുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ്. SFI ഇവിടുത്തെ പ്രാദേശിക നേതൃത്വം പറയുന്നു ഇതിൽ SFIക്ക് പങ്കില്ല. അഭിരാജ് എന്ന് പറയുന്ന ഇവിടുത്തെ പ്രാദേശിക നേതാവിനെ സംബന്ധിച്ച് ഒക്കെയുള്ള മറുപടി കണ്ടു. പിന്നീട് അതിനെ തള്ളിക്കൊണ്ട് സംസ്ഥാന നേതൃത്വം രംഗത്ത് വരുന്നു. SFI സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു അതിലൊരു ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്ന പ്രതികരണം വരുന്നു. അതേസമയം KSUവിനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് KSU സംസ്ഥാന പ്രസിഡന്റ് വന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു ഇതിൽ KSU പ്രവർത്തകർ ആരും ഉൾപ്പെട്ടിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇനിയുള്ള അങ്ങോട്ട് പോവുകയാണെങ്കിൽ ആരെങ്കിലും ഉൾപ്പെട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നടപടി ഉണ്ടാകുമെന്നൊക്കെയുള്ള ആ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. ABVP പിന്നീട് നമ്മുടെ ഈ പോളിടെക്നിക്കിലെ പ്രിൻസിപ്പൽ ഉപരോധിക്കുന്ന കാഴ്ച കണ്ടു. അങ്ങനെ രാഷ്ട്രീയമായി കൂടി ഈ വിഷയം മാറുന്നുണ്ട്. അതിനപ്പുറത്ത് ഇന്നലെ ഈ പോളിടെക്നിക് പ്രിൻസിപ്പൽ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ചെറിയ തോതിലൊക്കെ എല്ലാ ക്യാമ്പസുകളിലും ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, മുമ്പ് അറിയാം. പക്ഷേ ഈ രീതിയിൽ വലിയ മട്ടിൽ, വലിയ സൈസിൽ, വലിയ കൂടിയ അളവിലൊക്കെ കഞ്ചാവ് ലഹരി ഇങ്ങനെ സൂക്ഷിക്കുന്ന കാര്യം അതറിയില്ലായിരുന്നു. അതൊരു ഗൗരവമേറിയ വിഷയമാണെന്ന് പറയുന്നു. ഇപ്പൊ സർക്കാർ എങ്ങനെയാണ് ഇനി ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നത്? അപ്പം പോലീസിന്റെ അടുത്ത നീക്കം എന്താണ്? പ്രജിൻ, ഇതിൽ ഒരു രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ക്യാമ്പസിൽ ഇങ്ങനെ വലിയ തോതിൽ കഞ്ചാവ് പിടികൂടുക എന്നുള്ള ഗൗരവ സ്വഭാവത്തിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം. ഇന്നലെയൊക്കെ കണ്ടത് പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ്. അതിൽ SFIയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് ഒരുപക്ഷെ ശരിയുമാണ്. SFI പോലെയുള്ള ഒരു സംഘടനയുടെ ഉന്നത തലത്തിലിരിക്കുന്ന ആൾ, ആ ക്യാമ്പസിന്റെ തന്നെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അഭിരാജ് ഇത്തരത്തിലൊരു സംഭവം അറിയാതെ പോയി, അല്ലെങ്കിൽ തന്റെ മുറിയിൽ ആരെങ്കിലും ഒളിച്ചു വെച്ചതാണ് കഞ്ചാവെങ്കിൽ പോലും അതിൽ ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞ അഭിരാജ് തള്ളുകയാണ് സംസ്ഥാന നേതൃത്വം. ഒപ്പം KSU തങ്ങളുടെ ആരും അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും ഇപ്പോൾ നിലവിൽ റിമാൻഡിലുള്ള ആകാശ് KSUവിൻ്റെ സജീവ പ്രവർത്തകനാണ്. ക്യാമ്പസിലടക്കം KSUവിന് വേണ്ടി സജീവമായി ശബ്ദമുയർത്തുന്ന KSUവിൻ്റെ പരിപാടികളിൽ നിറസാന്നിധ്യമായ ഒരാൾ കൂടിയാണ് ആകാശ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആരോപണ വിധേയരായവരെ, അല്ലെങ്കിൽ കേസിൽപ്പെട്ട ആളുകളെ സംഘടനാ തലങ്ങളിൽ നിന്നും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തി മാതൃകാപരമായ നടപടി സ്വീകരിക്കുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ ചെയ്യേണ്ടത്. ഒപ്പം ലഹരിക്കെതിരെ ഒന്നായി ശബ്ദിക്കണം എന്നുള്ളൊരു ആവശ്യം പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഈ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് അപ്പുറത്തേക്ക് വിദ്യാർത്ഥി സംഘടനകൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പോലീസിൻ്റെ ഇടപെടൽ എന്തായാലും കൂടുതൽ ആളുകളെ ഇത് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ കൃത്യമായ അന്വേഷണം ഡാൻസാഫിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നുമുണ്ട്. പരിശോധന ഇന്നലെ കൊണ്ട് അവസാനിപ്പിച്ചിട്ടുമില്ല. മറ്റ് ക്യാമ്പസുകളിലേക്ക് കൂടി ഈ പരിശോധന വ്യാപിപ്പിക്കുമെന്ന് പോലീസും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സാധാരണ സംഭവം എന്നുള്ള നിലയിൽ ഇതിനു മുമ്പും ചെറിയ തോതിലൊക്കെ കഞ്ചാവ് പിടിച്ചിട്ടുണ്ട് എന്നുള്ള പ്രിൻസിപ്പലിൻ്റെ നിലപാടും ദൗർഭാഗ്യകരമാണ്. എന്തായാലും ചെറിയ തോതിലാണെങ്കിൽ പോലും ക്യാമ്പസിലേക്ക് ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കളുടെ കടന്നുവരവ് അത് തടയേണ്ടതാണ് എന്നുള്ള പൊതു അഭിപ്രായം ഉയരുന്നുണ്ട്. എന്തായാലും കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പോലീസിൻ്റെയും അതിന് നേതൃത്വം നൽകാനാണ് സർക്കാരിൻ്റെയും നിലപാട്. കൃഷ്ണ. ശരി.
യെസ്. അശ്വിൻ പാലാഴിയാണ് ആ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അതെ, അപ്പോൾ നമുക്ക് ഇതുമായി ചേർന്ന് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തില് പറയുന്നത് പോലെ ഗവൺമെന്റ് ഉണ്ട്, നിയമ വ്യവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മാധ്യമങ്ങൾ എന്ന് പറയുന്നതും ഒരു കറക്റ്റീവ് ഫോഴ്സ് ആണ്, 4ാമത്തെ പില്ലർ എന്ന് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ പ്രേക്ഷകർ പലപ്പോഴും ചോദിക്കുന്നുണ്ട്, ആ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി മാധ്യമ പ്രവർത്തന മേഖലയിൽ 40 വർഷം പൂർത്തിയാക്കുന്ന, 4 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന നമ്മുടെ സ്വന്തം SKN നിങ്ങളിലേക്ക് വരികയാണ് ഈ ലഹരി വിരുദ്ധ സന്ദേശവുമായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടികൾ ഉണ്ടാവും. മാത്രവുമല്ല, ഈ ലഹരി വിരുദ്ധ സന്ദേശത്തോടൊപ്പം തന്നെ ഈ നമ്മുടെ കേരള സമൂഹത്തിൽ അടിമുടി മാറ്റം വരുത്തുന്ന, പോസിറ്റീവായ മാറ്റം വരുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. എല്ലാ പ്രേക്ഷകരും ഓടി ഓടി വരണം. അതെ, അത് നാളെയാണ് അതിന്റെ തുടക്കം ഉണ്ടാവുന്നത്. തിരുവനന്തപുരത്ത് വെച്ചാണ്, ഹാളിൽ വെച്ചിട്ടാണ് അതിന്റെ ഉദ്ഘാടനമൊക്കെ നടക്കുന്നത്. പിന്നീട് എല്ലായിടങ്ങളിലേക്കും SKN വരികയാണ്, പ്രേക്ഷകരിലേക്ക് നേരിട്ട് ഇറങ്ങി ചെല്ലുകയാണ്. അങ്ങനെ അതൊരു ഒരു മാസക്കാലം നീണ്ടു നിൽക്കും എന്നാണ് തോന്നുന്നത് അല്ലേ? ഏതാണ്ട് ഈ പറയുന്നത് ഒരു മാസം, അതെ, 30 ദിവസം. അതെ, എല്ലാ ജില്ലകളും കവർ ചെയ്യുമ്പോൾ അത്രയും വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് ഒരു വ്യക്തിയുടെ നേട്ടം ആഘോഷിക്കുക എന്നതല്ല ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. കേരള സമൂഹത്തിൽ മാറ്റങ്ങൾ പോസിറ്റീവായി ചിലത് വരാനുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾക്ക് വേണ്ടി നമ്മളത് കൈകോർത്ത് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ നമ്മുടെ പോവുകയാണ്. പ്രേക്ഷകരിൽ പലരും പറയുന്നത് പോലെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന ഐഡിയകൾ ഉണ്ടാവും. ഈ ആശയങ്ങളാണ് വേണ്ടത്. ഈ ആശയങ്ങൾ ഒരു പൊതുവേദിയിൽ വെച്ച് അവതരിപ്പിക്കുന്നു. അതിലെ നല്ല ആശയങ്ങൾ, ഏറ്റവും പ്രായോഗികമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആശയങ്ങളെ അത് അധികൃതരുടെ മുന്നിലേക്ക് വെക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു വലിയ ബൃഹത് പരിപാടിയാണ്. അതെ, നമ്മളും പ്രേക്ഷകരും സർക്കാരും ഒക്കെ കൈകോർത്ത് ഇതിനെതിരായി ഒരു എന്തെങ്കിലും ഒന്ന് ചെയ്യണം അല്ലെ? അതെ അതെ. അപ്പോൾ നമുക്കിനി അടുത്ത വാർത്തകളിലേക്ക് പോകാം. പ്രേക്ഷകരെല്ലാം നമ്മുടെ കമന്റ് ബോക്സിൽ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത ഞാൻ പറയട്ടെ. ഇന്ന് പെട്ടെന്ന് നേരം വെളുത്തു. ഈ സമയം, അതായത് ഇപ്പോ 6 മണി കഴിഞ്ഞ് 18 മിനിറ്റ് നമ്മൾ നല്ല ഇരുട്ടാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. ഇന്ന് നോക്കിയേ, നമുക്ക് അത്യാവശ്യം കാഴ്ചയൊക്കെ കാണാം. ഒരു സുഖമുണ്ട് ഈ സമയത്ത് നടക്കുമ്പോൾ. അതാണ് ഇന്നത്തെ. അപ്പോ ഒരുപാട് കാര്യങ്ങൾ മറ്റു ശാസ്ത്രജ്ഞന്മാരൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇന്ന് നേരത്തെ വെളുത്തു. അടുത്ത വാർത്തയിലേക്ക് പോകാം നമുക്ക്. സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് നേതൃത്വത്തെ പരസ്യമായി വിമർശിച്ച പത്തനംതിട്ടയിലെ CPIM നേതാവ് A. പത്മകുമാറിനെതിരെ നടപടി ഉറപ്പായി എന്നൊരു വാർത്തയാണ്. പത്മകുമാറിന്റേത് സംഘടനാപരമായി തെറ്റായ നടപടിയാണെന്ന് പാർട്ടി അത് പരിശോധിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ മധുര പാർട്ടി കോൺഗ്രസിന് ശേഷമായിരിക്കും നടപടി എന്താണെന്ന് തീരുമാനിക്കാം. സംസ്ഥാന സമിതിയിൽ തന്നെ ഉൾപ്പെടുത്താതിരുന്നതും ജില്ലയിൽ നിന്ന് തന്നെയുള്ള ജൂനിയറായ മന്ത്രി വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവാക്കിയതുമായിരുന്നു A. പത്മകുമാറിനെ പ്രകോപിപ്പിച്ചത്. 52 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും 9 വർഷത്തെ വീണ ജോർജിന്റെ പാർട്ടി ബന്ധവും താരതമ്യം ചെയ്തായിരുന്നു നേതൃത്വത്തെ പത്മകുമാർ വിമർശിച്ചത്. പ്രതികരണം പിന്നീട് മയപ്പെടുത്തിയെങ്കിലും പാർട്ടി നേതൃത്വം അത് ഗൗരവമായി എടുത്തുവെന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. സംഘടനാപരമായി ഗുരുതരമായ തെറ്റാണ് മുതിർന്ന നേതാവ് കൂടിയായ പത്മകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. അതിനാലാണ് നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി തീർത്തു പറയുന്നത്. അദ്ദേഹത്തിന് അനുകൂലമായിട്ടല്ലോ പരിശോധന വരിക. പരിശോധിക്കുന്നതിന് അദ്ദേഹത്തിന് എങ്ങനെ അനുകൂലമാകുക? പാർട്ടിക്കകത്തും സംഘടനക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് പാർട്ടിക്കകത്ത് സംഘടനാപരമായ തെറ്റായ നിലപാടാണ്. ആ നിലപാട് സ്വീകരിച്ചവരാരൊക്കെയുണ്ടോ അവർക്കെല്ലാം എതിരായിട്ട് ശരിയായ സംഘടനാപരമായ നിലപാട് സ്വീകരിച്ചു പോകും പാർട്ടി. BJP അടക്കമുള്ള പാർട്ടികളിൽ നിന്ന് ക്ഷണമുണ്ടായിട്ടും അതെല്ലാം നിരാകരിച്ചത് മാത്രമാണ് പത്മകുമാറിന് അനുകൂലമായ ഘടകം. അതുകൊണ്ട് തന്നെ പത്മകുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടാകില്ലെന്നാണ് പത്തനംതിട്ടയിലെ നേതാക്കളുടെ അനുമാനം. 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ അതാണ് CPIയുമായി ബന്ധപ്പെട്ട വാർത്ത. എന്തായാലും പത്മകുമാറിനെതിരെ എന്ത് നടപടിയാണ് എന്നാണ് ഇനി ആകെ കാത്തിരിക്കാനുള്ളത്. ഇനി CPIയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അത് പറഞ്ഞാൽ CPIM എറണാകുളം ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരുകയാണ്. CN മോഹനൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ എറണാകുളത്ത് പുതിയ ജില്ലാ സെക്രട്ടറി വരും. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇന്നത്തെ ജില്ലാ കമ്മിറ്റിയിലെ പ്രധാന അജണ്ട. DYFI മുൻ സംസ്ഥാന പ്രസിഡന്റ് S. സതീഷിന്റെ പേരിനാണ് മുൻഗണന. കൊച്ചി മേയർ M. അനിൽകുമാർ, DB ദേവദർശൻ, PR മുരളീധരൻ എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട്. ഇനി നമുക്കൊന്ന് ഇടുക്കിയിലേക്ക് പോകണം. അതെ, കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നിന്ന് വന്ന ചില ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്താണ് അപ്ഡേറ്റ് നോക്കാം. പറഞ്ഞു വരുന്നത്, ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ കണ്ടെത്തിയ കടുവയെ സംബന്ധിച്ചാണ്. അതിനെ പിടികൂടാൻ വനംവകുപ്പ് ശ്രമം തുടരുകയാണ്. അവിടെ അവശനിലയിലായതിനാൽ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയില്ലെന്നാണ് വെറ്ററിനറി ഡോക്ടേഴ്സ് വനംവകുപ്പിനെ അറിയിച്ചിരിക്കുന്നത്.
അപ്പോൾ രാഹുൽ വിജയൻ, നമ്മുടെ കടുവ സ്പെഷ്യലിസ്റ്റ്, ആന സ്പെഷ്യലിസ്റ്റ് രാഹുൽ വിജയനാണ് വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ ചേരുന്നത്. അപ്പോൾ രാഹുൽ, വെരി 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 ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താണ്, ഏത് രീതിയിലാണ് പിടികൂടാനാകുന്നത്? കൂട് വെച്ച് പിടികൂടുക, അങ്ങനെ പല മാർഗ്ഗങ്ങളുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്ദേശിക്കുന്നത്? ഈ നിരീക്ഷണത്തിൽ തുടരുകയാണല്ലോ കടുവ. കൃഷ്ണ, പ്രജിൻ, ഗുഡ് മോർണിംഗ്. ഈ കടുവയെ കൂട്ടിൽ അകപ്പെടുന്നത് വരെ കാത്തിരിക്കുക എന്നല്ലാതെ മറ്റു മാർഗമില്ല. മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയില്ല എന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കാരണം അതിന്റെ ആരോഗ്യ നില അത്ര നല്ല രീതിയിലല്ല. കാലിന് പരിക്കേറ്റിട്ടുണ്ട്, അതിന് നടക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ജീവന് തന്നെ ഭീഷണിയാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ആ കടുവ കൂട്ടിൽ കുടുങ്ങുന്നത് വരെ കാത്തിരിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ ഈ കടുവയുണ്ട്. കഴിഞ്ഞ ദിവസം കൂട് സ്ഥാപിച്ചതിന് 300 മീറ്റർ അകലെയായി ഇന്നലെ വൈകിട്ട് വനംവകുപ്പ് സംഘം ഈ കടുവയെ കണ്ടിരുന്നു. മാത്രമല്ല അത് ആ പ്രദേശത്ത് നിൽക്കുകയാണ്. അതൊരു 100 മീറ്ററിൽ കൂടുതൽ ഇന്നലെ ഒറ്റ ദിവസം സഞ്ചരിച്ചിട്ടില്ല. ഒരുപക്ഷെ ആ 300 മീറ്റർ ഇപ്പുറത്തുള്ള കൂട്ടിലേക്ക് തന്നെ സഞ്ചരിച്ച് കയറാൻ ഉള്ള സാധ്യതയുണ്ട്. കാരണം ഇര തേടാനുള്ള മറ്റു മാർഗങ്ങളൊന്നും ഈ കടുവയ്ക്ക് അവിടെ ഇല്ല. കാരണം അത്രയ്ക്ക് അവശ നിലയിലാണ് കടുവയെന്നാണ് OTNDF N രാജേഷ് ഇന്നലെ പറയുകയും ചെയ്തിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പ് കാത്തിരിക്കുന്നത്. പ്രദേശത്തൊരു നിയന്ത്രണം ജനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കടുവയെ കണ്ട സ്ഥലത്തേക്കും കൂട് സ്ഥാപിച്ച സ്ഥലത്തേക്കും ആളുകൾ ചെല്ലാൻ പാടില്ല എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ കടുവ കൂട്ടിൽ കുടുങ്ങുമെന്ന പ്രതീക്ഷയിൽ വനംവകുപ്പ് സംഘം അവിടെ നിരീക്ഷണം തുടരുകയാണ്. ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. രാഹുലെ, തുടക്കത്തിൽ ചോദ്യം ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞത് കേട്ടായിരുന്നു രാഹുലെ. കടുവ സ്പെഷ്യലിസ്റ്റ്, ആന സ്പെഷ്യലിസ്റ്റ് രാഹുൽ വിജയൻ എന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് എന്താണ് രാഹുലിന് പറയാനുള്ളത്? അതില് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും കടുവയും പുലിയും ഒക്കെ ഉള്ളൊരു ജില്ലയായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങ് വന്നു പോകുന്നതാണ്. അതെ, കടുവയും പുലിയും ഒക്കെയുള്ള ജില്ലയിൽ പുപ്പുലിയായി നമ്മുടെ രാഹുൽ വിജയൻ. യെസ്, നോക്കി അടുത്ത റിപ്പോർട്ടിലേക്ക് പോവാം. അതെ, തിരുവനന്തപുരത്തേക്കാണ് അല്ലേ? സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് 34ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മറ്റന്നാൾ സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തും. ആവശ്യങ്ങൾ പരിഗണിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് ആശാ വർക്കേഴ്സിന്റെ ഇപ്പോഴത്തെ നിലപാട്. അതിലൊരു മാറ്റവുമില്ല. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. മേഘന, വെരി ഗുഡ് മോർണിംഗ്. ആശാ വർക്കേഴ്സിന്റെ സമരം, അതിലൊരു മാറ്റവും ഉണ്ടാകില്ല എന്നവർ ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു. ഇപ്പോൾ 34ാം ദിവസമാണിന്ന്. അപ്പോൾ എന്താണ് ഇനി സമരപരിപാടികൾ, ഏത് രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്? ഒപ്പം തന്നെ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം, അതിന്റെ ക്രമീകരണങ്ങൾ, അതിന്റെ തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോഴും ഈ സ്ത്രീകൾ രാപ്പകൽ സമരം 34ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം എടുത്തു പറയേണ്ടത് ഈ സ്ത്രീകളുടെ ഒരു നിശ്ചയദാർഢ്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ 34 ദിവസമായി ഇവർ പല പ്രതിസന്ധികൾ നേരിട്ടിട്ടും ഇവിടെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള ഒറ്റ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ നിശ്ചയദാർഢ്യം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ളൊരു അവരുടെ ഒരു കരുത്ത് അതെടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഇവർ മാർച്ച് 17-ന് സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. അതിൽ പ്രധാനമായും നേരത്തെ തന്നെ നിയമസഭാ മാർച്ച്, സെക്രട്ടേറിയറ്റിലേക്കുള്ള സമരം, കൂടാതെ ഈ വനിതാ മഹാസംഗമം അടക്കമുള്ള പല പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. പക്ഷേ അതിലൊന്നും സർക്കാർ അയയുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് വരാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഒറ്റ കാര്യം പരിഗണിച്ചാണ് ഇപ്പോൾ ഇവർ ഒരു ഉപരോധത്തിലേക്ക് കടക്കുന്നത്. ഈ ഉപരോധം മാർച്ച് 17-ന് പല ജില്ലകളിൽ നിന്നായി ആളുകൾ എത്തിക്കൊണ്ട് ഒരു വലിയ പ്രതിഷേധമായി തന്നെ സംഘടിപ്പിക്കാനാണ് ആശാ വർക്കർമാർ ഒരുങ്ങുന്നത്. കൂടാതെ പല രംഗത്ത്, പല സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പല ആളുകളും ഇപ്പോഴും ഈ സമരപന്തൽ സന്ദർശിക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവർ ഇപ്പോഴും പറയുന്നത്, ഇവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ നൽകുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക. ഇത് കൃത്യമായും പരിഗണിക്കാതെ, അല്ലെങ്കിൽ അവർക്ക് ഇതിന്മേലൊരു ഉറപ്പ് ലഭിക്കാതെ ഇവർ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ്. അത് എപ്പോൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സർക്കാർ എപ്പോൾ ഇത് കൃത്യമായും ചർച്ചയ്ക്ക് വിളിക്കുന്നു, അത് ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത് ന്യായം തന്നെയാണ്. സർക്കാർ ഒന്ന് ചർച്ചയ്ക്ക് വിളിക്കണം, അല്ലെങ്കിൽ ഇവരെ പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് കഴിഞ്ഞ 34 ദിവസമായി ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നടത്തുന്നത് വരെ, അല്ലെങ്കിൽ ഈ ആവശ്യം പരിഗണിക്കുന്നത് വരെ അവർ ഇനിയും പ്രതിഷേധ പരിപാടിയുമായി പോകും. ഇപ്പോൾ ഈ സമരപന്തലിൽ ആളുകൾ എത്തുന്നതേ ഉള്ളൂ. എന്തായാലും ഈ 17-ാം തീയതിയിലേക്കുള്ള പരിപാടിയുടെ ഒരുക്കത്തിൽ കൂടിയാണ് ആശാ വർക്കർമാർ. അവർ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ്, അത് എത്ര ദിവസമായാലും ഒരു 2ാം ഘട്ട സമരപരിപാടി എന്ന രീതിയിൽ ഈ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പോ അതാണ് വിശദാംശങ്ങൾ മേഘന കുട്ടി തിരുവനന്തപുരത്ത് നിന്ന് തന്നത്. അപ്പോൾ അതിമനോഹരമായ പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ സമയത്ത് എനിക്ക് തോന്നുന്നു 6:26 ആയിരിക്കുന്നു ഇപ്പോൾ സമയം. ഈ സമയത്ത് ഈ രീതിയിൽ ഇങ്ങനെ
പരപരാ വെളുത്തുവരാറില്ല. ഇല്ല, കാരണം എന്നെന്തോ സംഭവിച്ചിരിക്കുന്നു പ്രകൃതിക്ക്. പക്ഷേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ചന്ദ്രൻ പോയിട്ടില്ല കേട്ടോ, മനോഹരമാണ്. അവിടെയുണ്ട്, അങ്ങോട്ട് പോയിട്ടില്ല. നല്ല പച്ച പുതച്ച പാടങ്ങൾ, അതിൽ വെള്ളം മുത്ത് പതിപ്പിച്ചതുപോലെ കൊറ്റികൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കോമ്പിനേഷനിൽ മുകളിലൂടെ പറക്കുന്ന കറുത്ത പറവകൾ, തന്നെ നോക്കി ക്യാമറ വെക്കുന്ന നിനക്ക് നീ ഇതെന്ത് തേങ്ങയാണ് കാണിക്കുന്നതെന്ന് ചോദിക്കുന്ന അവിടെ ഒരു പോത്ത് സുധിയോട് ചോദിക്കുകയാണ് നമ്മുടെ ക്യാമറാമാൻ. അപ്പൊ ഇങ്ങനെ മനോഹരമായ ദൃശ്യങ്ങൾ. എന്തോ പറയാൻ വന്നല്ലോ, നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ അവഗണിക്കുന്നു എന്നൊരു പരാതിയുണ്ട്. അല്ലാതെ നമ്മുടെ കമന്റ് ബോക്സിൽ എല്ലാവരും നമ്മുടെ ഗുഡ് മോർണിംഗ് പറയുന്നു. അപ്പം നല്ല വിനോദ് നായർ, എബ്രഹാം തോമസ്, മിനി ബാബു, സീന മുഹമ്മദ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ഷാനി അടക്കമുള്ള ആൾക്കാർ ഇന്ന് എത്തിയിട്ടുണ്ട്. ആമസോണിലെ കാട് വെട്ടിത്തെളിച്ച് 13 കിലോമീറ്റർ 4 വരി ഹൈവേ നിർമ്മിച്ചതായി വാർത്ത കാണുന്നു എന്ന് പറയുന്നത്. ഇതേക്കുറിച്ച് പ്രജിൻസി കണ്ണനോട് ഒന്ന് വിശദമാക്കാൻ പറയാമോ എന്ന് പറഞ്ഞു. നമുക്ക് അതൊന്ന് അന്വേഷിച്ച് കണ്ടെത്താം. നമുക്ക് സുലൈമാൻ അബ്ദുൽ ഖാദറാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ താങ്കൾ പറയുന്നില്ലേ പെട്ടെന്ന് നേരം വെളുത്തെന്ന്. പരമേശ്വരൻ വാലോർത്ത് പറയുന്നു, ഗുഡ് മോർണിംഗ് പ്രജിന ആൻഡ് ക്രിസ്റ്റിന, ഇന്ന് മീനം ഒന്നാണ്, അതുകൊണ്ടാണ് എന്തോ ഒരു ശരി അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അതെ അതെ, മീനമാസത്തിലെ ചൂടിന്റെ ഒക്കെ കാഠിന്യമേറി വരാൻ പോകുന്ന ദിവസങ്ങളാണ്. അപ്പൊ ഇന്ന് ബർത്ത്ഡേ വിഷ് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്? നമുക്ക് ഇന്ന് അനശ്വര ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്, ആദിത്യ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്, നിഷ്വ, 3 പേരും ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. അപ്പൊ 3 പേരുടെയും ബർത്ത്ഡേ കാർഡ് അതിമനോഹരമായി നമ്മുടെ സ്ക്രീനിൽ കണ്ടല്ലോ. ഹാപ്പി ബർത്ത്ഡേ, എല്ലാ ആശംസകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ആദിത്യ, ഹാപ്പി ബർത്ത്ഡേ നിഷ്വ ആൻഡ് ഹാപ്പി ബർത്ത്ഡേ അനശ്വര.